നമ്മൾ തന്നേക്കുന്നത് പഴശ്ശിയുടെ സ്മാരകത്തിലാണ്. ഇത് പഴശ്ശിയുടെ വാളാണ്. ഇത് അന്നത്തെ ഈ അമ്പുമില്ലാണ്. നമുക്കിനി ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് അന്നത്തെ കാലത്തിലെ ഈ ഓരോ വീടിൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതില്ല പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അത്രയൊക്കെ ചെയ്തൊന്നുമില്ല. എല്ലാവരും ഇവിടെ വരണം. വയനാട്ടിലാണ്. വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശിയുടെ ഇത് കുടീരമുള്ളത്. ഇതെന്ന് ഞാൻ പറഞ്ഞത് ഈ കാണുന്നത് ഈ മഴയത്ത് പണ്ട് കാലത്ത് മഴ പെയ്യുമ്പം അവർ കുടിയിൽ ഇപ്പം അവരൊരു സ്ഥലത്ത് പോവുക. അപ്പോൾ ആ സമയത്ത് മഴ പെയ്യുമ്പോൾ ഒരാളാണെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കും. ചൂടിയിട്ട് പോകും. ചൂടിയിട്ട് പോകും. ഇത് ഏകദേശം അതുപോലത്തെ സാധനമാണ്. കൃഷിക്ക് ഉപയോഗിക്കുന്ന കലപ്പയാണ്. ഇത് കലപ്പ നാട്ടിലെ കുടയാണ്. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന അതിങ്ങനെ ഇടിക്കുന്ന ഇത് പണ്ട് കാലത്തെ അടുക്കളയാണ്. ഞാനിത് കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അയ്യോ അങ്ങനൊന്നും പറയുന്നു. അതൊന്നും വേണ്ട. തിരിച്ചെടുക്ക്. വരച്ചു വെച്ചിരിക്കുന്നു ശിലാലിഖിതങ്ങൾ. വാ കൈ തൊടരുത്. 4 കാലുള്ള ഈ ജഗ്ഗാണ്. അത് മനസ്സിലാവും. ഇത് നനങ്ങാടി എന്ന് പറഞ്ഞ ഇതാണ്. നന്നങ്ങാടി. മഹാവിഷ്ണു ക്ഷേത്രം, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. കൈ തൊടാതെ മാറിയില്ല. ബുദ്ധിയിൽ പണിയായി. ശിലാല് മതി. ജൈനക്ഷേത്രം. ജൈനക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ പോകും. പനമരത്തുള്ള ജൈനക്ഷേത്രം. അതും അത് മതി. ഇത്രയും മതി. അതും കൂടെ എടുത്തേച്ച് അത് മതി. ഇനി അതിൻ്റെ വെട്ടമില്ലെന്നാണ്.
പണ്ട് കാലത്ത് ഉപയോഗിച്ച ചേര പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച ചോര നാണയങ്ങളാണ്. ചേര നാണയം കൈ പിടിച്ചത് ഗ്ലാസ്സിൽ തൊടരുത്. ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങളാണിത്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങളാണ്. കണ്ണൂര് നാണയങ്ങൾ, ഇത് ഭയങ്കര ചെറുതാണ്. തിരുവിതാംകൂർ നാണയങ്ങളാണ്. തിരുവിതാംകൂർ നാണയങ്ങളാണ് അവിടെ ചേരാത്തത്. അവിടെ കൂടുതൽ ചേരാത്തതുകൊണ്ട് അത് അപ്പുറത്ത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക.